CPO ഉദ്യോഗാർത്ഥികൾ അവിടെ നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുട്ടിലിഴഞ്ഞ് കയ്യിൽ കർപ്പൂരം കത്തിച്ചൊക്കെയാണ് അവരുടെ സമരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. പലരും ആരോഗ്യപരമായി വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. അവസാന അവസരമാണ് അതിലധികം പേർക്കും. ഞങ്ങൾക്ക് ഇതുകൂടി കിട്ടിയില്ലെങ്കിൽ ഇനി PSC പരീക്ഷ എഴുതി ഒരു ജോലി നേടാനാവില്ല എന്ന ആവലാതി അവർ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമരം ശക്തമാക്കുകയാണ് അവർ. ഇനി 9 ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഉള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, സമരങ്ങളുടെ മുറ്റമായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് പരിസരമാകെ. ഒരു വശത്ത് ആശമാർ, തൊട്ടടുത്ത് CPO വനിതാ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ. ഇതും വലിയൊരു സമരമാണ്. കാരണം 9 ദിവസം മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനിയുള്ളത്. നോക്കൂ, ഒരു പരീക്ഷ എഴുതി അതിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരുപക്ഷെ കായികക്ഷമതാ പരീക്ഷയൊക്കെ പാസ്സായ കുറച്ച് പേർ ഞങ്ങൾക്ക് ജോലി തരൂ, അർഹമായ ജോലി തരൂ എന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് ഒഴിവുകൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടു. ഇന്നവർ എന്തു പറയുന്നു? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കടമ്പകൾ കടന്നുകൊണ്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷ അത് വാനോളം വലുതുമാണ്. കാരണം വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു സർക്കാർ ജോലി എന്ന നിലയിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് എന്ന നിലയിൽ ഈ സർക്കാർ ജോലി ഒരു പ്രധാനമായി കാണുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഉപാധി സർക്കാർ ജോലിയിലൂടെയാണ് എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കിയെടുത്തത്. കാരണം അവരുടെ കുടുംബ പരമായിട്ടും അതല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കാൻ ഒരു വലിയ സഹായമാകുമെന്ന നിലയിലാണ് ഈ റാങ്ക് ലിസ്റ്റിനെ കണ്ടതെങ്കിൽ അത് ഏതാണ്ട് അസ്തമിക്കുന്ന നിലയിലേക്കാണ് സർക്കാരിൻ്റെ സമീപനങ്ങൾ എത്തിയെത്തിയത്. കാരണം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇവർ സമരമിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 8 ദിവസമായി സമരത്തിലാണ്. വ്യത്യസ്തങ്ങളായ സമരമുറകൾ നമ്മളിവിടെ കണ്ടു, സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടു. കാരണം ഉപ്പുകയിലിൽ നിന്നും മുട്ടിട്ടെറിഞ്ഞും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും പ്ലാവിലെ തലപ്പാവ് അണിഞ്ഞുമെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള സമരമുറകളെല്ലാം ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടു. കാരണം ഈ സമരങ്ങളെല്ലാം നടത്തുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളെ സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലൊരു സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. സർക്കാർ അവരുടെ ആവശ്യങ്ങൾ അറിയണം, സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണമെന്നൊരു അപേക്ഷ കൂടിയായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ സമരങ്ങളിലൂടെ എല്ലാം ഉദ്യോഗാർത്ഥികൾ പറയാൻ ഉദ്ദേശിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരം സമീപനങ്ങളോ അത്തരം നടപടികളോ ഒന്നും ഉണ്ടായതുമില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി ഇന്നത്തെ ഒരു ദിവസം ഒരു പ്രതീക്ഷ നൽകുന്നൊരു ദിവസം കൂടിയാണ്. കാരണം മന്ത്രിസഭാ യോഗം, ക്യാബിനറ്റ് യോഗം നടക്കാൻ പോവുകയാണ്. ക്യാബിനറ്റ് യോഗത്തിലൊരു പ്രതീക്ഷ കൂടി ഈ ഉദ്യോഗാർത്ഥികൾ വെച്ച് പുലർത്തുകയും ചെയ്തു. ഇന്ന് ക്യാബിനറ്റ് യോഗം നടക്കുകയാണ്. അപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ വിഷയം ചിലപ്പോൾ ചർച്ചയായേക്കും എന്നും അറിയാൻ കഴിയുന്നു. അങ്ങനെ ഒരു വിഷയം ചർച്ചയാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് പ്രതീക്ഷ? അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയാകുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ടോ? അനുകൂലമായ തീരുമാനം എന്നതിലുപരി നമ്മളെ വിഷയം അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. പറഞ്ഞ പോലെ മീഡിയ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. മീഡിയ ആണ് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മന്ത്രിമാരുടെ അടുത്തും അല്ലെങ്കിൽ അങ്ങനെ ക്യാബിനറ്റ് അംഗങ്ങളുടെ അടുത്തും ഈ ഡീറ്റെയിൽസ് എന്തായാലും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു. പോരാത്തതിന് ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നും ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ അവരോട് നേരിട്ട് പറയാമെന്നും അതിന് വേണ്ട തീരുമാനങ്ങൾ അവർ എടുക്കുമെന്നും നമുക്ക് അനുകൂലമായി എന്തെങ്കിലും വരുമെന്നും നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു. ചർച്ചയ്ക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് ആരെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അതാ ഈ ഒരു ഇവരുടെ ക്യാബിനറ്റ് മീറ്റിങ്ങിലൂടെ അങ്ങനെ ഒരു തീരുമാനവും കൂടി ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നതും ബാക്കി ചർച്ചകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിരാഹാര സമരത്തോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ സമരങ്ങൾ കണ്ടു. നമ്മൾ മുപ്പുകല്ലിൽ നിൽക്കുന്നതും അതുപോലെ തലപ്പാവണിഞ്ഞതും പ്ലാവിലെ തലപ്പാവണിഞ്ഞതും അതോടൊപ്പം തന്നെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കും കടുത്ത പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടന്നു.
തുടർന്ന് ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രതിഷേധം അല്ലെങ്കിൽ അടുത്ത തുടർ സമരങ്ങൾ? ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരുപാട് വയലൻ്റ് ആവാൻ വിചാരിക്കുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതായത് കൈയൊക്കെ ആയിട്ടും ആൾക്കാർ ഇപ്പം ഇങ്ങനെ ആയിട്ട് നമ്മൾ ആ ക്രോൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഡാമേജ് വന്നത്. കഴിഞ്ഞ ദിവസം ക്രോൾ ചെയ്തതാ, അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ മിക്കവേറെയും കൈയൊക്കെ ഉള്ളം കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ സമരമുറയ്ക്ക് തൽക്കാലം നമ്മൾ വരാൻ പറ്റുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരീരത്തിന് കേടാവുന്ന സമരം വേണ്ടതാണ്. ശരീരത്തിനോടല്ലേ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഇപ്പോൾ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അതുതന്നെയാണ്, ശരീരത്തോട് പ്രതിഷേധിച്ചെങ്കിലും കാര്യം സാധിക്കുക അല്ലെങ്കിൽ അധികൃതർ അറിയുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വാനോളം പ്രതീക്ഷകളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷ. എന്നാൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കൃഷ്ണരാജ്, മറ്റൊരു കാര്യം കൃഷ്ണരാജ്, നമുക്ക് വേദന തോന്നുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരമിരിക്കുമ്പോൾ ഇവർക്ക് സുരക്ഷ ഒരുക്കാനായി ഒരുപറ്റം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാവും. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് പോലീസ് സർവീസിലടക്കം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അവരുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരെ നോക്കുന്നത് നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു സങ്കടമായിട്ട് തോന്നും. കാരണം ഇത്രയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ഇവരെ പോലെയൊക്കെ ആകണമല്ലോ എന്ന് വിചാരിച്ചവരാണ് ഇത്തരത്തിൽ ഒന്നുമാകാതെ പോകുമെന്നൊരു ഇതിലേക്ക് നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് ആരൊക്കെയാണ് ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുന്നത്? ഇപ്പോൾ കേട്ടില്ല, ആരൊക്കെയാണ് നിലവിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്? ഇപ്പൊ സത്യാഗ്രഹിക്കുന്ന അനുഷ ഒരാൾ മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രം. ഡോക്ടർ വരുന്നുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഭാഗത്ത് ആരെങ്കിലും ഡോക്ടറെ വിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ട്. പോലീസിന്റെ ആംബുലൻസിൽ കൊണ്ടുപോകും. നിലവിലെ എല്ലാവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര ടയേർഡാണ്. സമരമുറകൾ കൊണ്ട് മാനസികമായിട്ട് ഞങ്ങളെല്ലാവരും വല്ലാണ്ട് തളർന്നിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ഇങ്ങനത്തെ ഓരോരോ സാഹചര്യം ചെയ്യുമ്പോൾ മനസ്സും കൂടെ കൈവിട്ടു പോയ അവസ്ഥയിലായതുകൊണ്ട് ഒരു ഡെഡ് ലൈൻ എന്ന നിലയിൽ ഒരു 9 ദിവസം മാത്രമാണല്ലേ 9 ദിവസം പ്രതീക്ഷ? ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നത്. ഈ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്, ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വേക്കൻസി വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നത്. അതുതന്നെയാണ് കൃഷ്ണരാജ്, ഈ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഒരു തീരുമാനമുണ്ടാകും എന്നൊരു ശുഭപ്രതീക്ഷ കൂടിയാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും സമരം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നിലയിൽ സമരമിരിക്കുകയാണ്. അവർക്ക് ഇനി 9 ദിവസമാണ് മുന്നിലുള്ളത്. 9 ദിവസം കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അതിനു മുൻപ് ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് കൈമുട്ടിലിഴഞ്ഞ് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് എന്തൊരു കഷ്ടതയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ പരിഗണിക്കൂ എന്നവർ ഓരോ സമരമുറകളിലൂടെ കാട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ അവർക്കുള്ള ആശ്വാസ വാർത്ത വരും എന്ന പ്രതീക്ഷയിലാണ് അവർ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.